കുട്ടികളുടെ മാനസികാരോഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മനസ്സിൽ ചിന്തകളുടെയും വികാര വിചാരങ്ങളുടെയും അമിതമായ പ്രവാഹം ഉണ്ടാകുമ്പോൾ കുട്ടികളിൽ മാനസിക സമ്മർദ്ദവും മനസ്സിന്റെ ചഞ്ചലാവസ്ഥയും ഉണ്ടാകും. അന്യരുടെ കുറ്റം പറയരുത്. മറ്റുള്ളവരിലുള്ള നന്മയെ കാണാൻ ശ്രമിക്കുകയും അത് വളർത്തിക്കൊണ്ടുവരാൻ കുട്ടികളെ സഹായിക്കുകയും വേണം. ഇത് കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ടെൻഷൻ കുറയുക, ഏകാഗ്രത വർദ്ധിക്കുക, നെഗറ്റീവായ ചിന്തകൾ ഇല്ലാതിരിക്കുക, ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക, രോഗങ്ങൾ കുറയുകയും അല്ലെങ്കിൽ വരാതിരിക്കുകയും തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരുന്നാൽ നമുക്ക് മാനസിക സംഘർഷം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമുക്ക് വിവേകത്തോടുകൂടി അതിനെ പരിഹാരം കണ്ടെത്താനും അതിജീവിക്കാനും സാധിക്കും. ഒരു നല്ല തലമുറ ഉണ്ടാകണമെങ്കിൽ കുട്ടിക്കാലം മുതൽ തന്നെ നല്ല മാനസിക ആരോഗ്യവും ശരിയായ ജീവിതശൈലിയും നല്ല മൂല്യബോധവും ലക്ഷ്യബോധവും ഉണ്ടാകണം. ഇതിൽ കുട്ടികളുടെ മാനസികാരോഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്റെ ഗുരുനാഥൻ പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ പറയാറുണ്ട്, മനസ്സ് ശക്തമാകണമെങ്കിൽ മനസ്സ് ശുദ്ധമാകണം, മനസ്സ് ശുദ്ധമാകണമെങ്കിൽ മനസ്സ് ശൂന്യമാകണം. അതിനുവേണ്ടിയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. മനസ്സിൽ ചിന്തകളുടെയും വികാര വിചാരങ്ങളുടെയും അമിതമായ പ്രവാഹം ഉണ്ടാകുമ്പോൾ കുട്ടികളിൽ മാനസിക സമ്മർദ്ദവും മനസ്സിന്റെ ചഞ്ചലാവസ്ഥയും ഉണ്ടാകും. ഇത് കൂടുതലും കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവർ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ മറ്റു പല മാർഗങ്ങളും കണ്ടെത്തി പല തെറ്റായ പ്രവണതകളിലേക്കും പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഏകാഗ്രത നഷ്ടപ്പെടുക, ലക്ഷ്യബോധമില്ലാതിരിക്കുക, യന്ത്രം പോലെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുക, ചെറുപ്പത്തിൽ തന്നെ പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും മനോശാരീരിക രോഗങ്ങൾക്കും അടിമപ്പെടുക. ഇത് മാറണമെങ്കിൽ ആദ്യം മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ശീലങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായും അവനവനെ അറിയുക, അതായത് ഹൂ ആം ഐ. ഇത് പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല. ശരിയായ ഗുരുവിൽ നിന്നും ധ്യാനം പഠിക്കുകയും അത് എല്ലാ ദിവസവും പരിശീലിക്കുകയും വേണം. അതിലൂടെ ഘട്ടം ഘട്ടമായി മാറ്റം സംഭവിക്കും. ആദ്യം ഉണ്ടാകേണ്ടത് റിലാക്സേഷൻ ആണ്. റിലാക്സേഷൻ, അവയർനെസ്, കോൺസെൻട്രേഷൻ, ഡീപ്പ് റിലാക്സേഷൻ, മെഡിറ്റേഷൻ. ഗുരുജി പറയാറുണ്ട്, ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ധ്യാനം എന്ന ശൂന്യാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ആനന്ദം അറിയും. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു തരത്തിലുമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അടിമപ്പെടുകയോ ഇല്ല. കാരണം എല്ലാവരും സന്തോഷമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പലതിൻ്റെയും പുറകെ പോകുന്നത്. പക്ഷേ ഉള്ളിൽ നിന്നും സ്വയം ആനന്ദമറിയുന്ന ഒരാൾക്ക് അത് പുറമേ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ടെൻഷൻ കുറയുക, ഏകാഗ്രത വർദ്ധിക്കുക, നെഗറ്റീവായ ചിന്തകൾ ഇല്ലാതിരിക്കുക, ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുക, രോഗങ്ങൾ കുറയുകയും അല്ലെങ്കിൽ വരാതിരിക്കുകയും തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഇതൊന്നും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഗുരുജി പറയാറുണ്ട്, മാനസികാരോഗ്യമില്ലാതെ അറിവ് നേടുന്നത് ചേമ്പിലയിൽ വെള്ളം വീഴുന്നത് പോലെയാണ്. അറിവ് നേടുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ പകർത്താൻ കൂടിയാണ്. അതുകൊണ്ട് ഈ ശീലങ്ങൾ കുട്ടികളെ ജീവിതത്തിൽ പകർത്താൻ സഹായിക്കേണ്ടത് മാതാപിതാക്കളാണ്. മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ അത് ജീവിതത്തിൽ ബാധിച്ചതിനു ശേഷം കൗൺസിലിങ്ങോ ചികിത്സയോ നൽകുന്നതിനേക്കാൾ നല്ലത് അത് വരാതിരിക്കാൻ നോക്കുക എന്നതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു കുട്ടിക്ക് വഴിതെറ്റിപ്പോകാനുള്ള ബാഹ്യ സാഹചര്യങ്ങൾ ഇന്ന് കൂടുതലാണ്. സ്റ്റേബിളായ ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ.
എന്റെ ഗുരുനാഥൻ പറയാറുണ്ട്. എ സ്റ്റേബിൾ മൈൻഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഓൺ ദ എർത്ത്. 2. യോഗ പരിശീലനം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക. നമുക്ക് ശരിയായ വ്യായാമം വേണം. ഒരു പ്രീ അഡോൾസെന്റ് ഏജ് മുതൽ തന്നെ എല്ലാ കുട്ടികൾക്കും പരിശീലിക്കാവുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് ആസനക്രിയ. ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് ശാരീരികവും മാനസികവുമായ ഗുണങ്ങൾ റെഗുലറായി ആസനക്രിയ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. പൊതുവായി സൂര്യ നമസ്കാരം എന്നറിയപ്പെടുന്ന എങ്കിലും ഇതിന് സൂര്യനെ നമസ്കരിക്കുന്ന ആചാര അനുഷ്ഠാനവുമായി ഒരു ബന്ധവുമില്ല. ഗുരുജി ലോകത്തിന് സംഭാവന ചെയ്ത് നിർവാണ യോഗ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത് നിരവധി ആസനങ്ങൾ ശാസ്ത്രീയമായി കോർത്തിണക്കി പരിശീലിപ്പിക്കുന്ന ഒരു ക്രിയയാണ് ആസനക്രിയ എന്നാണ്. ആസനക്രിയയുടെ പുസ്തകം ആമസോണിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു നിരവധി സാധനാ മാർഗങ്ങൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ നിലവാരത്തിനനുസരിച്ച് നിർവാണ യോഗയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. മാനസിക ആരോഗ്യത്തിനു പുറമെ ഇത് ശാരീരിക ആരോഗ്യത്തിന്റെ പ്രധാന ഘടകങ്ങളായ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ്, ബാലൻസ്, പോസ്ചർ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടാകാൻ സഹായിക്കും. ഇനി നമുക്ക് മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. സുരക്ഷിതവും ഇൻക്ലൂസീവ് ആയതുമായ അല്ലെങ്കിൽ സപ്പോർട്ടീവായ ബന്ധങ്ങൾ മാത്രം ഉണ്ടാക്കുക. അതായത് കുട്ടികളെ മനസ്സിലാക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരെ ഉൾക്കൊള്ളുകയും നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്ന നല്ല ബന്ധങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് അവരെ ഉൾക്കൊള്ളുന്നതായി അനുഭവപ്പെടുകയും ഒറ്റപ്പെടലിന്റെ വൈഷമ്യം ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇനി നാലാമത്തേത്, കുട്ടികളെ നന്ദിയുള്ളവരാകാൻ പഠിപ്പിക്കുക. എന്റെ ഗുരുനാഥൻ പറയാറുണ്ട്, നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പോലും അതിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന്. അന്യരുടെ കുറ്റം പറയരുത്. മറ്റുള്ളവരിലുള്ള നന്മയെ കാണാൻ ശ്രമിക്കുകയും അത് വളർത്തിക്കൊണ്ടുവരാൻ കുട്ടികളെ സഹായിക്കുകയും വേണം. ഇത് കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറയരുത് എന്ന് നമ്മൾ കുട്ടിയോട് പറയുകയും നമ്മൾ മാറിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുകയും ചെയ്താൽ ആ കുട്ടിക്ക് ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുട്ടികൾ നല്ല മനസ്സിന് ഉടമകളാകാൻ നമ്മളും നന്ദിയുള്ളവരായിരിക്കുകയും മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുകയും ചെയ്യുക. അഞ്ചാമത്തേത്, കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. പല കുട്ടികൾക്കും പല വ്യത്യസ്ത മേഖലകളിൽ കഴിവുണ്ടാകാം. ചില വിഷയങ്ങളിൽ നന്നായി ഗ്രഹിക്കുകയും ചിലത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തേക്കാം. അവർക്ക് കഴിവുള്ള മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറവുകൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുക. എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ഒരു സംഭവം പങ്കുവയ്ക്കട്ടെ. സ്വതസിദ്ധമായി ഇടത് കൈകൊണ്ട് എഴുതുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ അധ്യാപകൻ അടിച്ചു വലത് കൈകൊണ്ട് എഴുതാൻ ശീലിപ്പിച്ചു. പക്ഷേ ആ കടുത്ത മെന്റൽ ഷോക്കിൽ നിന്ന് ആ കുട്ടിക്ക് മറ്റൊരു വൈകല്യമുണ്ടായി. ഇത് നടന്ന സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുകയും വേണം. ഇനി ആറാമത്തേത്, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും അതിജീവിക്കുവാനുമുള്ള പ്രാപ്തി ഉണ്ടാക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം ആത്മീയ ഉണർവാണ്. എന്റെ പഠനകാലത്ത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാൻ എന്റെ ഗുരുനാഥന്റെ അടുത്ത് എത്തുകയും നിർവാണ യോഗ, അറേക്കി എന്ന സാധനാ മാർഗങ്ങൾ ഗുരുവിൽ നിന്നും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തത്. ഗുരുജി പറയാറുള്ളത്, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് നമ്മളെ ബാധിക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമായി മാറുന്നതും മാനസിക സംഘർഷം ഉണ്ടാകുന്നതും. എന്നാൽ ആ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരുന്നാൽ നമുക്ക് മാനസിക സംഘർഷം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമുക്ക് വിവേകത്തോടുകൂടി അതിനെ പരിഹാരം കണ്ടെത്താനും അതിജീവിക്കാനും സാധിക്കും. വളർന്നു വരുന്ന തലമുറ അതിനു പ്രാപ്തി നേടിയാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിഷാദ രോഗവും ആത്മഹത്യയും പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാകും. ഇനി മാനസിക ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിജിറ്റൽ ഡീറ്റോക്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുട്ടികളെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, TV എന്നീ സാധനങ്ങളിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കുക. അതിൽ പ്രധാനമായും
പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങി ജീവിക്കുവാൻ പഠിപ്പിക്കുക. ജൈവ കൃഷി പഠിപ്പിക്കുകയും സാധ്യമാകുന്ന കാര്യങ്ങൾ വീട്ടുവളപ്പിൽ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും അത് മനസ്സിന് സന്തോഷം തരിക മാത്രമല്ല, നല്ല ഭക്ഷണവും കിട്ടും. ആരോഗ്യകരമായ ഔട്ട്ഡോർ സ്പോർട്സും ഗെയിംസും പ്രോത്സാഹിപ്പിക്കുക. ഗുരുജി പറയാറുള്ളത് പോലെ നോബൽ സൈലൻസ്, അതായത് ഉള്ളിലും പുറത്തും നിശബ്ദത, ആ അവസ്ഥ അറിയാനും ആസ്വദിക്കാനും പഠിപ്പിക്കുക. ഇനി എട്ടാമത്തേത് കലകളാണ്. ഗുരുജി പറയാറുണ്ട്, കലകൾ ആത്മീയ നവോത്ഥാനത്തിനെന്ന്. സംഗീതം, നൃത്തം, കവിത, ചിത്രരചന തുടങ്ങി നിരവധി കലകൾ ക്രിയേറ്റീവ് എക്സ്പ്രഷന് സഹായിക്കുകയും മനസ്സിന് ലയമുണ്ടാക്കുകയും ആത്മീയ ഉണർവിന് സഹായിക്കുകയും ചെയ്യും. കലകൾ പഠിക്കുന്നത് മത്സരിക്കാനല്ല, മത്സരം വീണ്ടും സംഘർഷത്തിലേക്കാണ് നയിക്കുക. ഇത്രയും ചെയ്താൽ പിന്നെ വേണ്ടത് ബോധവൽക്കരണമാണ്. കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ കടന്നു പോകുന്ന മാനസിക അവസ്ഥകളും അതിന്റെ കാരണങ്ങളും മനസ്സിലാക്കി കൊടുക്കുക. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. അവർക്ക് അത്തരം പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള സപ്പോർട്ട് നൽകുക. പത്താമത്തേത് ആരോഗ്യശീലങ്ങൾ കുട്ടികളുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരിക. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വ്യക്തിത്വ വികസനത്തിന് പരിഗണന കൊടുക്കാൻ പഠിപ്പിക്കുക. അത് പ്രാവർത്തികമാക്കുക. ഗുരുജി പറയാറുള്ളത്, കർമ്മത്തിനാണ് പ്രസക്തി. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്ന കർമ്മത്തിൽ നിങ്ങളും ഭാഗമാകുക. ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. ജയ് മാധവ്ജി.